ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇറ്റ്സ് മീ രമ്യ നിഖിൽ. അപ്പോൾ പാക്ക് ചെയ്ത് വെക്കണ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താ ഐറ്റം എന്ന്. അതെ, കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കുറച്ച് പേരൊക്കെ പെട്ടെന്ന് റെസിപ്പി പെട്ടെന്ന് ഇടുക, ഞങ്ങൾക്കിത് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെമ്മീനച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ചെമ്മീനച്ചാറാണ്. സാധാരണ നമ്മൾ നല്ലെണ്ണയിൽ എന്താ പറയുക, ഉലുവയൊക്കെ പൊട്ടിച്ച് കായമൊക്കെ ആഡ് ചെയ്ത് അങ്ങനെയായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ നമുക്ക് മാരിനേഷൻ ചെയ്തിട്ടുള്ളത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കറിവേപ്പില, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫ്രിഡ്ജിൽ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുക്കാനായിട്ട്. മാത്രമല്ല, ചെമ്മീൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളം ഇതൊന്ന് പയ്യെ ഒന്ന് കുക്കായി വരുമ്പോഴേക്കും കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ ആ വെള്ളവും ആ എണ്ണയും അതുപോലെ തന്നെ കിടന്ന് ഒന്ന് ഫ്രൈ ആവുന്ന വരെ ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് തീ അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് എന്താ പറയുക, ഹൈ ഫ്ലെയിമിൽ വെച്ച് കത്തിച്ച് കളയരുത് ദയവ് ചെയ്ത്. പതുക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ സ്ലോ കുക്കായിട്ട് വരട്ടെ അത്. അപ്പോൾ ചില ആൾക്കാർ പറയും അത് റബ്ബർ പോലെ ആവും, കല്ല് പോലെ ആവും. പക്ഷേ കുഴപ്പമില്ല, നമ്മൾക്ക് അച്ചാറിലിടാനുള്ളതാണ്. അത് ഒന്ന് എന്താ പറയുക, കുറച്ചൊന്ന് ഹാർഡായാലും അച്ചാറിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. അപ്പോൾ അതേ കണ്ടോ, ചെമ്മീൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് അവിടെ തന്നെ ഇരുന്ന് കുക്കായിക്കോട്ടെ, ആ മീഡിയം ഫ്ലെയിമിൽ ഇരുന്ന് കുക്കായിക്കോട്ടെ. നമുക്ക് വറുത്ത് മാറ്റിയിട്ട് ഗ്രേവി റെഡിയാക്കാം നമുക്ക്. അപ്പോൾ അവിടെ ഇരുന്ന് വറുത്തോട്ടെ കേട്ടോ. ഗ്രേവിയുടെ ഐറ്റംസ് നമുക്ക് എടുക്കാം. എന്താ പറയുക, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 തുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ചെമ്മീൻ്റെ അളവനുസരിച്ച് നിങ്ങൾ വെളുത്തുള്ളിയുടെ എന്താ പറയുക റേഷ്യോ മാറ്റി എടുക്കണം. ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം കുറച്ച് മതി. ഇഞ്ചി അധികം യൂസ് ചെയ്യണത് ടേസ്റ്റിന് ഒരു വ്യത്യാസം വരും. പിന്നെ ഒരു ഇത്തിരി കടുകാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കടുകിൻ്റെ ടേസ്റ്റും ഒരുപാട് മുന്നിലേക്ക് പോകരുത്. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്, പിരിയമുളക് പൊടി. നമ്മൾ അച്ചാർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അത്യാവശ്യം നല്ല കളർ ഉണ്ടെങ്കിലാണ് നമ്മൾ മലയാളികൾക്ക് അച്ചാറൊക്കെ കഴിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നാൽ എരിവൊട്ടും ഒരുപാട് പാടില്ല താനും. അപ്പോൾ ഇവിടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് അരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് വിനീഗറാണ്. അപ്പോൾ വിനാഗിരി ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. വെള്ളം യൂസ് ചെയ്യാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ എന്തായെന്ന് നോക്കാമല്ലോ. ചെമ്മീൻ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് ഇത്രേ ഉള്ളൂ. ഇതിൽ കൂടുതൽ നമുക്ക് ഫ്രൈ ആക്കണ്ട. ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വറുത്ത് കോരി മാറ്റാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗ്രേവി അരയ്ക്കുമ്പോൾ വെള്ളം യൂസ് ചെയ്യരുതെന്ന് പറയാൻ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളം ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, തിളച്ച വെള്ളം, നമുക്ക് ഗ്രേവി തയ്യാറാക്കുമ്പോൾ തിളച്ച വെള്ളം യൂസ് ചെയ്യാം. അതർവൈസ് പച്ചവെള്ളം യൂസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാൻ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ വറുത്ത് മാറ്റുന്ന ഈ ഒരു ഇതുണ്ടല്ലോ, ഈ എണ്ണ, ഇതിലേക്ക് തന്നെ നമുക്ക് ബാക്കി എണ്ണയും കൂടെ, വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഗ്രേവി റെഡിയാക്കി എടുക്കാം. വേറെ പാത്രം വേണമെന്നോ അല്ലെങ്കിൽ വേറെ എണ്ണ യൂസ് ചെയ്യണമെന്നോ ഒന്നുമില്ല. അപ്പം ഞാൻ കറിവേപ്പിലയും പച്ചമുളകും കട്ട് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതായത് അതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറ്റുന്നുണ്ട്. അത് മാറി കഴിയുമ്പോൾ നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, ആ ഗ്രേവി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ആക്ച്വലി ഇതിൽ വിനീഗറിട്ട് അരച്ചത് കൊണ്ട് ഒരു വെള്ളത്തിൻ്റെ അംശം പോലെ ഉണ്ട്. അത് ശരിക്കും ആ എണ്ണയിൽ കിടന്ന്, അത്യാവശ്യം എണ്ണ പോരെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ തെളിയെ നിൽക്കണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ. മുകളിൽ അച്ചാറിൽ ശരിക്കും എണ്ണ ഉണ്ടെങ്കിലാണ് അച്ചാർ കേടാവാതെ നിൽക്കത്തുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ എണ്ണ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ, ഞാനിവിടെ കുറച്ചും കൂടെ എണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എണ്ണയിൽ കിടന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായി വരണ്ട് നല്ല അടിപൊളിയായിട്ട് വരണം. അപ്പോൾ ഇതൊന്ന് എന്താ പറയുക, പച്ചമണം മാറി ആ മുളകൊന്ന് കുക്കായി വരുമ്പോൾ കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡിലേക്ക് കിട്ടും നമുക്ക്. ആ ഒരു റെഡിഷ് കളർ ശരിക്കും വരും. അപ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ സ്മെല്ല് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് കുക്കായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഒരുപാട് തീ വെച്ച് കരിച്ച് കളയരുത്. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അത് വരട്ടി പച്ചമണം മാറ്റി എണ്ണ തെളിയുന്ന വരെ നന്നായിട്ട് വരട്ടുക. അപ്പോൾ ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തത്. ഇനി വേണ്ടതെന്ന് വെച്ചാൽ വിനാഗിരി ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഡ്രൈ ആയിട്ട് കുക്കായി വന്നു കഴിയുമ്പോൾ നമുക്കത് വിനാഗിരി ഒഴിക്കുക. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഡാർക്ക് ഷെയ്ഡ് ആയില്ലേ ഒന്നും കൂടെ നേരത്തേനേക്കാളും. കണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിക്കാം.
ഏകദേശം കുക്കായിട്ടുണ്ട്. അപ്പോൾ വിനാഗിരി ഒഴിക്കാം. വിനാഗിരി ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് തിളച്ച ചൂടുവെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. പച്ചവെള്ളം യൂസ് ചെയ്യരുത്, വേഗം കേടായി പോകും. അപ്പോൾ ഒരു ഗ്ലാസ് തിളച്ച വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക്. എന്നിട്ട് ആ ഗ്രേവി നന്നായിട്ട് തിളപ്പിച്ച് നല്ലപോലെ എണ്ണ തെളിയുന്ന വരെ തിളപ്പിക്കുക, അത് ചിക്കൻ ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഗ്രേവി ഒരുപാട് വെള്ളം പോലെ എടുക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെമ്മീൻ ഇട്ട് കഴിയുമ്പോൾ ഈ വെള്ളം പോലെയുള്ള ഗ്രേവി ഒന്നും കൂടെ തിക്കനാവും. പക്ഷേ ഒരുപാട് വെള്ളമായിപ്പോയി അത് വെള്ളം പോലെ തന്നെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം ആവാതെ ഒന്ന് കുറുക്കി, അത്യാവശ്യം ഒന്ന് കുറുക്കി എടുക്കുക. എന്നാലാണ് നമുക്ക് ശരിക്കും ആ ഒരു അച്ചാറിൻ്റെ ഫോമിലേക്ക് അത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതെ നന്നായിട്ട് എണ്ണ തെളിയണം കേട്ടോ. നമ്മൾ ഓൾറെഡി നല്ലപോലെ അരപ്പ് വരട്ടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലും നല്ലപോലെ എണ്ണ തെളിയണ രീതിയിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ ഉപ്പ് ചേർത്തത്. ഉപ്പ് മാത്രമല്ല, 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെമ്മീൻ അച്ചാറല്ല, നമ്മൾ നോൺ വെജ് അച്ചാർ ഇടുമ്പോഴൊക്കെ ഇതുപോലെ ഉപ്പും പഞ്ചസാരയും ഇട്ട് ഒന്ന് മിതപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പോൾ അതുപോലെ വെള്ളത്തിൻ്റെ അംശം നോക്കുക. നിങ്ങൾ വെള്ളത്തിൻ്റെ ഗ്രേവിയുടെ പരുവം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ അതനുസരിച്ച് ചെയ്യുക. ഒരുപാട് ലൂസാക്കി ഇടണ്ട, ഒന്ന് എന്താ പറയുക, തിക്കനായിട്ടിരിക്കണം. അപ്പോൾ ഞാൻ വറുത്ത് വെച്ചുള്ള ചെമ്മീനാണ്. ആക്ച്വലി ഈ ചെമ്മീൻ കാണുമ്പോൾ അതിലേക്ക് ഇടാനല്ല, കഴിക്കാനാണെന്ന് തോന്നുന്നത്. അതുപോലെ ചെമ്മീൻ അങ്ങനെ വറുത്ത് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ ചെമ്മീൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി നന്നായിട്ട് ഒന്നും കൂടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. കുക്ക് ചെയ്യുക മീൻസ് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. അത്രേ ഉള്ളൂ നമ്മുടെ അച്ചാർ. സാധാരണ എന്താ പറയുക, എല്ലാവരും ഉള്ളിയും ഇഞ്ചിയൊക്കെ ചോപ്പ് ചെയ്തിട്ട് കായവും അതുപോലെ ഉലുവയൊക്കെ പൊട്ടിച്ചിട്ടായിരിക്കും അച്ചാർ ഉണ്ടാക്കി കണ്ടിട്ടുണ്ടാവുക. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അമ്മയുടെ റെസിപ്പിയാണിത്. പിന്നെ പെട്ടെന്നൊന്നും ചീത്തയാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഒരുപാട് ചെമ്മീനൊന്നും വാങ്ങിച്ച് ചെയ്യേണ്ട. നിങ്ങൾക്ക് ട്രൈ ചെയ്യാനാണെങ്കിൽ വീട്ടിലേക്ക് ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ ഒരു 5-10 ചെമ്മീൻ എടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എടുത്തിട്ട് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.